വബറകാതുഹു. ഉസ്താദെ, നേരത്തെ ഉസ്താദ് വായിച്ചൊരു ഇബാറത്ത് ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ഉസ്താദെ ഒരു വാക്ക് ഈ കിതാബിന്ന് പോയിട്ടുണ്ട് എന്നാ തോന്നുന്നത്. ഇവിടെ കസുആലിൻ വബുകാഇൻ വഉതാസിൻ വളഹ്കിൻ എന്ന് പറഞ്ഞിടത്ത് ഹാവി ഇടും പോലെ എന്ന് കൂടി ഉസ്താദ് പറഞ്ഞിരുന്നു. അപ്പൊ ഹാവി എന്നൊരു വാക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഉസ്താദെ. ചുമ, അപ്രകാരം കരച്ചില്, തുമ്മല്, ചിരിക്കല് തുടങ്ങിയത്. ഇവിടെ ഹാവി ഇടും പോലെ എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അത് ഉണ്ടോ ഉസ്താദ്? ഭാരതത്തില് ആ ഒരു വാക്ക് കിതാബ് നഷ്ടപ്പെട്ടതോ എന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. മറ്റൊരു ചോദ്യം ഒരാള് എന്നെ PM ചെയ്തിട്ടുണ്ട്, പിന്നീട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഇവിടെ ഭാരത്ത് കാണുന്നില്ല, പക്ഷെ ഹുക്കും അങ്ങനെ തന്നെയാണ്. തസാവുബ് എന്നാണ് അതിന് പറയാം. ആ ലഫ്ള് അവിടെ ഇല്ല, തസാവുബ് എന്നാ പറയാം. തസാവുബ് കൊണ്ട് അർഫ് ഒളിവായാലും ബാത്തിലാവും. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിന്റെ മിസാൽ ഹാഷിയയിലൊക്കെ പറഞ്ഞാണ്, ഇവിടെ മത്തിനില്ലായിരിക്കാം. പക്ഷെ ഹുക്കുമ് മാറ്റില്ല, അങ്ങനെ തന്നെ. ഹർഫ് രണ്ടർഫ് ഒളിവാകുന്നവർക്ക് തസാവുബ് എന്നാണ് അതിന് പറയാം. അതുകൊണ്ടും ബാത്തിലാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഉസ്താദ് ഒരു PM ചോദിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ഉസ്താദാണ് ഉസ്താദെ. അതെനിക്ക് പ്രത്യേകിച്ച് മലപ്പുറത്തെ വാക്കും കൂടിയാണ് അതിലുള്ളത്. ഞാൻ വായിക്കാം ഉസ്താദിന്. അതിലുള്ളത് ഉസ്താദെ, ഒരാൾ വായ തുറക്കാതെ മൂളി ശബ്ദം വെച്ചാൽ ബാത്തിലാകുമോ എന്ന് ചോദിക്കൂ എന്ന് അടിച്ചിട്ടുണ്ട് ഉസ്താദെ. എനിക്കാർക്കും PM അടിക്കേണ്ട, ആരെങ്കിലും മറ്റുള്ള അഡ്മിന്മാർക്ക് അറിയിക്കാം. അതൊന്ന് പ്രത്യേകിച്ച് ചോദിക്കാൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിരിക്കുന്നു ഉസ്താദെ. അത് എന്താണെന്ന് അറിയില്ല. മൂളിയിട്ടെന്ന് പറഞ്ഞാൽ തൊള്ള വറക്കാതെ മൂളുന്നതായിരിക്കും. ചോദിച്ചിട്ടുണ്ട. ഓക്കെ, മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. മൂളാണെങ്കിലും ഹർഫ് വെളിവാകുന്നുണ്ടോ എന്നാ നോട്ടം. ഹർഫ് രണ്ട് ഹർഫായിട്ട് വെളിവാകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ബാത്തിലാവും. മൂള മാത്രല്ല, മൂക്കിൽ നിന്ന് ശ്വാസം വിട്ടുകൊണ്ട് അക്ഷരം വെളിവായാൽ വരെ ബാത്തിലാവും എന്ന് ഹാസ്യക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്വാസം വിട്ടിട്ട് തന്നെ അക്ഷരം വെളിവാകുന്നുണ്ടെങ്കിൽ ബാത്തിലാവുന്നെങ്കിൽ, പിന്നെ മൂളിയിട്ട് ശബ്ദം വന്ന് അക്ഷരം വെളിവായാൽ ബാത്തിലാവും. അക്ഷരം ഹർഫ് വെളിവാകുന്നുണ്ടോ എന്നാ നോട്ടം. ഇന്നത്തെ പാഠം വളരെ സമാധാനത്തിലാണ് ഉസ്താദ്. അൽഹംദുലില്ലാ. ഇപ്പോൾ തിരക്കൂടുമ്പോഴല്ലായിരുന്നു, നല്ല മനസ്സിലാകുന്ന നിലക്കായിരുന്നു. ഇനി അങ്ങനെ തന്നെ ക്ലാസ് എടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഭാരത്ത് ചിലപ്പോൾ ആലുരാജി അടിച്ചായിരിക്കും. സൂറത്തുൽ അർബഅത്തു ഫിൽ ഫത്ഹി അലൽ ഇമാമി ബിൽ ഖുർആനി വദ്ദിക്രി, പിന്നെ വഫിൽ ജഹരി ബി തക്ബീറത്തിൽ ഇന്തിഖാലി മിനൽ ഇമാമി വൽ മുബല്ലിഗി. ഇത് മുമ്പ് പറഞ്ഞതാണ്. മഅ്മൂമിനോ മുബല്ലിഗിനോ ഓത്തിൻ്റെയോടുള്ള ഓതുന്നു എന്ന കരുത്തോട് കൂടിയോ ഉണർത്തുന്നു എന്നതോടുകൂടിയും ഓതുന്നു എന്നതോടുകൂടിയും ഉണർത്തി കൊടുക്കാം. ഇവിടെ ഇമാമിന് ഇന്തിഖാലിന്റെ തക്ബീറും മറ്റുള്ളവർക്ക് ജഹറാക്കുന്ന സമയത്ത് ഇത് സുന്നത്തായ ദിക്റാണെന്ന് കരുതേണ്ടതുണ്ടോ? അങ്ങനെ നിസ്കാരം ബാത്തിലാവോ? അയാൾ ഏതായാലും ഇമാമിനല്ലേ. ഇമാം നിൽക്കുന്നുള്ള ബോധത്തോടു കൂടി തന്നെ ആ കർമ്മം നിർവഹിച്ചാൽ മതിയാവൂലേ എന്നാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അവിടെ അങ്ങനെ തന്നെ. ഇമാമിന്റെ അവിടെ മുബല്ലിഗിന്റെ അവിടെ ഒക്കെ ഒരു കണക്കാണ്. അതായത് നിസ്കാരം എന്ന നിലക്ക് ദിക്ർ ചൊല്ലിയാ മതിയല്ലോ. ഇന്തിഖാലാത്തിന്റെ തക്ബീറുകളും ഒക്കെ
സ്വന്തം നഫ്സ് കേൾക്കുന്ന നിലക്ക് ചെല്ലിയാൽ മതി. അതേ സമയത്ത് ഒച്ചത്തിൽ ചെല്ലുന്നതിൽ എന്തർത്ഥമുണ്ട്? സാന്ദർഭികമായി ഞാൻ റുക്കുവിലേക്ക് പോവുകയാവുന്നു, ഞാൻ റുക്കുവിൽ നിന്ന് ഉയരുകയാവുന്നു, ഞാൻ സുജൂദിലേക്ക് പോവുകയാവുന്നു, ഞാൻ സുജൂദിൽ നിന്ന് ഉയരുകയാവുന്നു എന്ന് മൗമൂമിങ്ങൾ മനസ്സിലാക്കണം എന്ന ഒരു മാന അതിൽ വരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ പടപ്പുകളോട് ഖിതാബിടുന്ന ഒരു രൂപം കൂട്ടത്തിൽ വരുന്നുള്ളത് കൊണ്ട് ഇമാമാണെങ്കിലും എന്ത് വേണം? ജഹ്റാക്കുമ്പോൾ ഇമാമ് എന്ന നിലക്ക് ജഹ്റാക്കൽ സുന്നത്തുള്ള ദിക്ർ ജഹ്റാക്കുകയാണ് എന്ന് മാത്രം കരുതുകയോ, അതല്ലെങ്കിൽ തന്റെ പോക്കുകൾ മൗമൂമിങ്ങൾ അറിയുകയും ചെയ്തോട്ടെ, അതോടുകൂടി ഉറക്ക ചെല്ലുന്ന ദിക്റിന്റെ കൂലിയും കിട്ടിക്കോട്ടെ, രണ്ടും കൂടി. ഈ രണ്ടാലൊരു കരുത്ത് വേണം. അല്ലാതിരുന്നാൽ അവിടെ മൗമൂമിങ്ങളോട് ഞാനിതാ ഇന്നോട്ടേക്ക് പോവുകയാണ്, ഞാൻ ഇന്നോടത്തുനിന്ന് വരികയാണ് എന്ന് ഉണർത്തുന്ന മാന വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും കരുതാതെ പറഞ്ഞാലും അല്ലെങ്കിൽ മൗമൂമിങ്ങൾക്ക് അറിഞ്ഞോട്ടെ എന്ന് മാത്രം കരുതിയാലും ബാത്തിലാകും. അത് ഇമാമ് ജഹറാക്കുന്നതിലും ഒഴിവല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ ചില ആശയക്കാര് ചില ഖിലാഫുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഅ്തമദ് അനുസരിച്ച് പറഞ്ഞത് ഇമാമാണെങ്കിലും മൗമൂമാണെങ്കിലും അല്ല, മൗമൂം മറ്റേ മുബല്ലിഗാണെങ്കിലും ഒക്കെ കണക്കാം. എനിക്ക് 3 ചോദ്യമുണ്ട് ഉസ്താദെ. ഞാനിവിടെ ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് ഒന്നെങ്കിലും ഉസ്താദ് പറയുന്ന മറുപടി കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് 3 ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഉസ്താദ് ഇപ്പം പറഞ്ഞ വിഷയത്തില് ഇമാമ് ജഹറാക്കുന്നു എന്നുള്ള ഈ കരുതല്, ദിക്റാക്കുന്നു എന്നുള്ള കരുതല് ഓരോ ഇന്തിഖാലിന്റെ തക്ബീറിലും കരുതുക എന്നുള്ളത് അങ്ങനെ പ്രായോഗികമാവൂലല്ലോ. അത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിൽ അല്ലെങ്കിൽ നിയ്യത്തിന്റെ അവസരത്തിൽ ഉള്ള ഒരു ഈ പറയുന്ന രൂപത്തിലുള്ള കരുത്തൽ പോരെ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അത് ആദ്യം കരുതിയാൽ പോരെ എന്നത് നമ്മൾ വുളൂവിന്റെ ഫർളൊക്കെ കരുതുന്ന രൂപത്തിൽ. രണ്ടാമത്തേത്, ഈ മദ്ഹബിന്റെ ഇടയിൽ ഹംബലി മദ്ഹബിലെ ഞാൻ ഈ ബാത്തിലാവൂല എന്നുണ്ട്, ഈ തൊണ്ട അനക്കിയാൽ ബാത്തിലാവൂല എന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടോന്ന്? കാരണം അധിക ഇവര് ഹംബലി മദ്ഹബുകാരായ ആളുകൾ വല്ലാതെ തൊണ്ട അനക്കുന്നത് കേൾക്കാറുണ്ട് എന്നതുണ്ട്. മൂന്നാമത്തത്, നമ്മൾ വിഷയത്തിലെ പെട്ടതല്ല, നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിൽ ഇപ്പൊ സുബഹിക്ക് ശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ സാധാരണ ചോദ്യങ്ങളാണ് ഉണ്ടാവാറ്. പല വിഷയത്തിന് ഖൈറിനെ തേട്ടങ്ങളാണ് ഉണ്ടാവാറ്. അതേ രൂപത്തിൽ മഗ്‌രിബിന്റെ ദുആയിൽ നമ്മൾ ചെയ്തു വരുന്നത് കാവലിനെ തേടുന്ന ദുആകളാണ് കൂടുതലും നമ്മൾ ചെയ്തു വരുന്നത്. അത് എന്തെങ്കിലും ആ രൂപത്തിൽ അങ്ങനെ ചോദിക്കുന്നതിൽ പ്രത്യേക ഖൈറുണ്ട് എന്നെന്തെങ്കിലും വിഷയത്തിൽ ഹദീസുകളിലോ മറ്റോ വന്നതായിട്ടുണ്ടോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഉസ്താദ് മറന്നുപോലെ എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ ക്ലാസ് റൂമിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ഉസ്താദാണ് സഖാഫി, ഉസ്മാൻ സഖാഫി എന്ന് പറഞ്ഞു. പക്ഷേ ഉസ്താദന്മാർക്ക് കൂടുതൽ മുസാമഹത്തല്ല വേണ്ടത്, തളീഖാണ്. മനസ്സിലായില്ലേ? ഒരു ചോദ്യം ഒരിക്കൽ ചോദിക്കുക, അത് കഴിഞ്ഞതിന്റെ ശേഷം മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കുക, അത് മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കുക. അങ്ങനെ അനുവാദമുള്ളൂ, അല്ലാതെ കെട്ടൂല. അറിയാത്തോണ്ടാണ്, ഓർമ്മ ഉണ്ടാവൂല, എഴുതിയേക്കാൻ കഴിയൂല. നിങ്ങൾ ചോദിക്കണോക്ക് അവിടെ എഴുതിയേക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഒരു ചോദ്യം ഒരിക്കൽ ചോദിക്കുക. ഇന്നലെ വേറെ ആളെ കാട്ടിയേക്ക് 2 ചോദ്യം ചോദിച്ചപ്പോ ഒന്നിനും മറുപടി അറിയാം, അത് വിട്ടു. പക്ഷെ അദ്ദേഹം പിന്നെ രണ്ടാമത് അയാളടുത്ത് അങ്ങനെ അബദ്ധം പറ്റിപ്പോയത്. അയാൾ രണ്ടാമത് പിന്നെ ഓരോ സന്ദർഭം കിട്ടിയപ്പോ വേറെ തന്നെ ഓരോ ചോദ്യമായിട്ട് അത് ചോദിച്ചു. അതന്നെ ഈ ഉസ്താദിന് പള്ളിക്ക് പോകാണ്ട് പറഞ്ഞു. പള്ളിക്ക് പോകാണ്ടെങ്കിൽ പിന്നെ ഞാൻ മറുപടി പറഞ്ഞ ഉസ്താദ് കേൾക്കുവോ?
അത് കേൾക്കൂലല്ലോ, ബാക്കിയുള്ളവർ കേൾക്കല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തുടരെയായിക്കൊണ്ടുള്ള ഒന്നിലധികം ചോദ്യങ്ങൾ ഓർമ്മയിൽ നിൽക്കൂല. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഒരു സമയത്ത് ചോദിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാൽ മറുപടി പറയാൻ ഓർമ്മ കിട്ടൂല. അതുകൊണ്ട് അല്ലാതെ നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല, സാധിക്കൂല. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ സുഹൃത്തുക്കളെ? ഉസ്താദിന്റെ ചോദ്യം തസ്ബീഹ് നിസ്കാരത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. തസ്ബീഹ് നിസ്കാരത്തിൽ ഫാത്തിഹന്റെ മുമ്പ് തസ്ബീഹ ചൊല്ലുന്നുണ്ടോ, അതാ പിന്നെ ഉടനത്തെ സുജൂദില്ല ഇസ്തിറാഫിന്റെ ഇരുത്തത്തിൽ മാത്രമാണ് പൂർത്തിയാക്കേണ്ടത് 75 എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഫാത്തിഹന്റെ മുമ്പ് ഓതാന്നും പറഞ്ഞു കേട്ടിരുന്നു, അതിന് ശേഷം ഓതാന്നും പറഞ്ഞു കേട്ടിരുന്നു. അപ്പൊ ലാസ്റ്റ് വരുമ്പോ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന്റെ അടുത്ത റക്കാത്തിലേക്ക് വരുന്ന മുമ്പുള്ള ഇരുത്തത്തിൽ ഇരുന്ന് 10 പൂർത്തിയാക്കിയാൽ 75 പൂർത്തിയാവുമെന്നും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഇഷ്ടമായിട്ട് അറിഞ്ഞാൽ അറിയാൻ വേണ്ടിയാണ് മൈക്ക് റിലീസ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. രണ്ടും റിവായത്തിലുണ്ട്, രണ്ട് നിലക്ക് നിസ്കരിക്കാം. ഒരു സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം 15 വട്ടം തസ്ബീഹ് ചൊല്ലി, പിന്നെ ഫാത്തിഹ ഓതി സൂറത്തും ഓതി കഴിഞ്ഞതിന് ശേഷം 10 വട്ടം ചൊല്ലി, അങ്ങനെ നൃത്തത്തിൽ 25 വട്ടം ചൊല്ലി. പിന്നെ റുക്കൂഇൽ 10, ഈത്തിദാലിൽ 10, സുജൂദിൽ 10, ഇടയിലിരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിൽ 10, അങ്ങനെ 75 ആക്കാം. അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ നൃത്തത്തിലേക്ക് വന്ന് ഉടനെ ഫാത്തിഹയുടെ മുമ്പ് 15, ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞതിന് ശേഷം 10, അങ്ങനെ 25. പിന്നെ റുക്കൂഇല്, ഈത്തിദാലില്, ഒന്നാമത്തെ സുജൂദില്, ഇടയിലിരുത്തത്തില്, രണ്ടാമത്തെ സുജൂദില്, യവയിൽ പൗത്തി വീതം. അങ്ങനെ ഒരു രീതി, അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. മറ്റൊരു രീതി വജ്ജത്തും ഫാത്തിഹയും സൂറത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം 15 വട്ടം, പിന്നെ റുക്കൂഇൽ 10, ഈത്തിദാലിൽ 10, സുജൂദിൽ 10, ഇടയിലിരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിൽ 10, പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് പോരുന്നതിന് മുമ്പ് ചെറിയൊരു ഇരുത്തമുണ്ട്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. ആ ഇരുത്തത്തിൽ 10, അങ്ങനെ 75 ആക്കാം. അങ്ങനെ ആവുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞതിന് ശേഷം 15, റുക്കൂഇൽ 10, ഇത്തിദാലില്, സുജൂദില്, ഇടയിലിരുത്തത്തില്, രണ്ടാം സുജൂദില്, എന്നിട്ട് ഇരുന്നിട്ട് അത്തഹിയ്യാത്തിന്റെ മുമ്പ് 10. ഈ രണ്ട് രീതിയും അനുവദനീയമാണ്. അപ്പോ നൃത്തത്തിൽ 15ഉം 10ഉം 25 ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലാതെ അങ്ങനെയും ആവാം. നൃത്തത്തിൽ സൂറത്തിന്റെ ശേഷം 15 വട്ടം ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10ഉം ആവാം. രണ്ട് രീതിയും അനുവദനീയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, എനിക്ക് പള്ളിക്ക് പോകാനായി ഒരു ചോദ്യം ഉസ്താദോട് ചോദിക്കാനുണ്ട്, എല്ലാവർക്കും ഉപകാരപ്പെടും. ഉസ്താദെ, ഞാനിവിടെ പള്ളിക്ക് അടുത്തൊരു പള്ളിയിൽ ഇമാമുണ്ട്. ആ ഇമാമ വലിയ പണ്ഡിതനൊന്നുമല്ല, സാധാരണക്കാരനാണ്. മിക്ക സമയത്തും ഫാത്തിഹയിലും അല്ലാതെപ്പോഴും സൂറത്തിലും തൊണ്ട അനക്കും. ഇവിടെ ഞാൻ ഇബാറത്ത് ടൈപ്പ് സ്ഥലത്തെ വായിച്ചല്ലോ, വലൗ തനഹന ഇമാമുഹു ഫബാന മിൻഹു ഹർഫാനി ലം യജിൽ മുഫാറഖതഹു ലിഅന്ന അല്ലാഹിറ തഅറുദുഹു അനിൽ മുബ്തിൽ. ഇമാമ് ഇങ്ങനെ ബാത്തിലാകുന്ന കാര്യം ശ്രദ്ധിക്കും എന്നതാണ്. പക്ഷെ അദ്ദേഹം വിവരമുള്ള ആലിമിനാണല്ലോ ഉസ്താദ് ഇത് വാദിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് വാദിക്കുമോ? ഇപ്പൊ കേരളത്തിലെ ആലിമീങ്ങളാണെങ്കിൽ അവരിങ്ങനെ തൊണ്ടനക്കിയാൽ നമുക്കത് കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ സാധാരണക്കാരായ ആൾക്കാരുടെ വിവരം നമുക്ക് അറിയല്ലോ ഉസ്താദെ. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ? ജമാഅത്തിന് പ്രാവശ്യം പോയില്ല, ഈ ഇബാറത്ത് കൊണ്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ എന്നതും കൂടി ആവുമ്പോൾ പ്രശ്നം വരുന്നു ഉസ്താദെ. ഒന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ എന്നും പോകുന്ന പള്ളിക്ക് പോകുന്ന ഒരു പ്രശ്നമാണ് ഉസ്താദ്. ഒന്ന് ഉസ്താദ് ഈ വിഷയത്തിൽ മറ്റൊക്കെ കിതാബ് ഉസ്താദ് കണ്ട് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അയാളത് ഒലബത്ത് കൊണ്ട് വരുന്നതാണോ മനഃപൂർവ്വം വരുന്നതാണോ എന്ന സാധ്യതയാണ്. അതായത് മനഃപൂർവ്വമാണ് എങ്കിലല്ലേ ബാത്തിലാവുള്ളൂ. ഇത് ചിലപ്പോൾ മനഃപൂർവ്വമായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ആദത്തായിട്ട് അങ്ങനെ വന്നു പോകുന്നതാവാം. വന്നു പോകുന്നതാവുമ്പോ ബാത്തിലാവില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അല്ലേ എന്ന് മനസ്സിലാക്കുക. മനഃപൂർവ്വം തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മുഫാറക്കത്ത് വേണം, അല്ലെങ്കിൽ അയാളോട് തുടർന്നുകൂടാ എന്ന് പറയുന്നത്. അതേസമയത്ത് മനഃപൂർവ്വം അല്ല, കാരണം ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, ചില ആളുകൾക്ക് ഇങ്ങനെ അത് ശീലം ആയിട്ട് അങ്ങനെ വന്നു പോകുക ഒലബത്ത് കൊണ്ട്. അങ്ങനെ ഒലബത്ത് കൊണ്ട് വന്നു പോവുകയാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അതുകൊണ്ടാണ് ഉജൂബില്ല എന്ന് പറയുന്നത്. കാരണം ഇയാളുടെ ലാഹിർ അയാൾ സൂക്ഷിക്കുമെന്നും പലപ്പോഴും ഇത് ഒലബത്ത് കൊണ്ടോ ആദത്ത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നു പോയതോ ആവാം, ബോധപൂർവം ചെയ്യുന്നതാവാൻ. നമ്മൾ പറഞ്ഞല്ലോ, മനഃപൂർവ്വം ആവുകയും നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയോടുകൂടി മനഃപൂർവ്വം ചെയ്യുമ്പോഴാണ് ഈ ബാത്തിലാകല്. മനഃപൂർവ്വം അല്ലാതെ അങ്ങനെ അങ്ങോട്ട് ഒലബത്ത് കൊണ്ട് വരുന്നതാണെങ്കിൽ ബാത്തിലാവൂല. അപ്പൊ ഏതാണ് എന്നുള്ളത് അയാളുടെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീരുമാനിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുകളില് ഉള്ള ആള് മൈക്ക് എടുക്കണില്ല. ഒരു ചോദ്യം ഉസ്താദ്, ഞാൻ ചോദ്യം ചോദിക്കാനല്ല, ഞാനൊരു എൻ്റെ അയൽവാസികള് 3 ആള് ഇന്നലെ മരിച്ചിരുന്നു. ദുആ ചെയ്യാനും വേണ്ടി പറയാനാണ്. ഒരാള് ഇന്നലെ ആക്സിഡന്റ് ആയി മരിച്ചു. ആ മയ്യത്ത് കാണാൻ വേണ്ടി വേറൊരാള് പോയ സമയത്ത് വഴിയിൽ വെച്ചിട്ട് വേദന നൽകിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വഴി അയാളും മരിച്ചു. ഒക്കെ അത്യാവശ്യം പ്രായമുള്ള ആളുകളാണ്. പിന്നെ വേറൊരു കുറച്ച് പ്രായമുള്ള ആള് അസുഖമായി കിടക്കുകയായിരുന്നു. അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചു. 3 മയ്യത്ത് ഒന്നാണ് എടുത്തത്. അപ്പോൾ ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങള് അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതവും പരലോക ജീവിതവും അല്ലാഹു തആല റാഹത്തിലും ഖൈറിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം സ്വർഗത്തോപ്പാവുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും റബ്ബിന്റെ ലിഖാഹ് കാണാനും അവർക്കും നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരം നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നെന്ന് വിചാരിക്കുന്നു. ഉസ്താദ് നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ ക്ലാസ് അവസാനിക്കാൻ നേരത്തെ ഞാൻ ജോയിന്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിസ്കാരത്തിൽ ഒരാൾ സലാം പറഞ്ഞാൽ എൻ്റെ സംശയമാണ് കേട്ടോ, അത് ഞാൻ കിതാബിലുള്ള ആശയക്കാരെ അല്ലെങ്കിൽ ക്ലാസ് എടുത്ത ഉസ്താദിനെയോ ചോദ്യം ചെയ്യലല്ല, എനിക്കുണ്ടായ ചെറിയ സംശയം ഉസ്താദിനോട് ചോദിക്കുകയാണ്. സലാം പറയുന്ന ആളുകൾ സലാം പറഞ്ഞാൽ മനസ്സുകൊണ്ട് മടക്കണം അല്ലെങ്കിൽ തല കൊണ്ട് ഇഷാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ വേറെ പ്രവൃത്തിയും വേറെ കരുത്തും വരുമ്പോ നിസ്കാരത്തിന്റെ ഖുശൂഇന് ഭംഗം വരില്ലേ എന്നാണ് എൻ്റെ സംശയം. തന്നെ ഒരു പ്രവൃത്തിയും ഒരു വിചാരവും കൂടി വേറെ ഒരു വിചാരം കൂടി നിസ്കാരത്തിലേക്ക് വരുന്നില്ലേ എന്നൊരു സംശയം. എൻ്റെ സംശയമാണ് ഉസ്താദ്, അതിന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇൻഷാ അല്ലാഹ് മൈക്ക് വിടുന്നു. മാഷാ അല്ലാഹ്, കുറെ കാലായിട്ട് കീശീരി ഒരു സംശയം ചോദിച്ചാന്ന്. മറ്റൊക്കെ ആരെങ്കിലും PM അടിച്ച് ചോദിച്ചത് ഇങ്ങനെ വായിച്ച് പറയലാണ് സാധാരണ. ഇന്നിപ്പോ സ്വന്തം സംശയം തന്നെ. സലാം പറയുക എന്ന് പറയുന്നത് ഒരു വലിയ ദുആ ആണ്, മനസ്സിലായില്ലേ? അപ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് സലാം പറയൽ സുന്നത്തൊന്നുമില്ല, എന്നാൽ പോലും അയാൾ ദുആ ചെയ്തതാണല്ലോ. അതിന് ഒന്നിരിക്കൽ കൈകൊണ്ട് അല്ലെങ്കിൽ തല കൊണ്ട് ഇഷാറത്ത് ചെയ്യുന്നത് സുന്നത്താണ് എന്ന് പറയാൻ കാരണം, ഇങ്ങോട്ടൊരു ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് പകരം അങ്ങോട്ടും ഒരു ദുആ, അത് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. പക്ഷെ അവിടെ വാചികമായി പറയാൻ പറ്റാത്തത് കൊണ്ട് ഇഷാറത്ത് മാത്രം ചെയ്തു.
പിന്നീട് നിസ്കരിച്ച് സലാം വീട്ടിയതിന്റെ ശേഷം വാക്കാലും പറയാം. അതെന്താ വെച്ചാൽ മോമിനീങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര വലുതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യാണ് ചെയ്യുന്ന സലാമുണ്ട്. അപ്പൊ ആ സലാമ് നമ്മളുടെ സലാമത്തിന് വേണ്ടി ഒരു മുഅ്മിനായ മനുഷ്യൻ സലാമത്തിന് വേണ്ടി ദുആ ചെയ്തപ്പം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിനും ആ സലാമത്ത് ലഭിക്കുമാറാകട്ടെ എന്നൊരു ദുആയുടെ അർത്ഥം കൊടുക്കുന്ന ഒരു കേവലം ഇശാറത്ത്, അത് മറ്റൊരു ഇബാദത്തായതുകൊണ്ട് നിസ്കാരത്തിന് അത് ഭംഗം വരാത്ത നിരക്ക് ചെയ്യൽ സുന്നത്താണ്. ഞാൻ പള്ളി തുറക്കാൻ പോയ അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം കേൾക്കുന്നുണ്ടോ കൂട്ടുകാർ? ഇമാമ് കരുതുന്ന സമയത്ത് ഇന്തിഖാലാത്തിന്റെ തക്ബീറുകളില് ഇമാമ് കരുതണം എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകമായ മാമൂമികളെ ഉണർത്തുന്നു എന്നതിന്റെ പുറമെ ആയിക്കൊണ്ട് ദിക്റില്ല എന്ന് കരുതണം എന്ന് പറഞ്ഞില്ലേ, അത് ഓരോ സമയത്തും കരുതുക എന്നുള്ളത് പ്രായോഗിക അല്ലല്ലോ. അത് ആദ്യമേ കരുതിയാൽ പോരെ എന്നാണ്. ആദ്യം നിയ്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിലായിട്ട് കരുതിയാൽ പോരെ എന്നതാണ് ഉസ്താദ്. മൈക്ക് വിട്ടു. നേരത്തെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നേരത്തെ ചോദിച്ചത് ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് പക്ഷെ അതിന്റെ മറുപടി ഇല്ലാന്ന് അത്ര വേറെ കേടത്തില്ല. അതിന് നിങ്ങൾ ക്ഷമിക്കാൻ അല്ല, മനസ്സിലായില്ലേ? അതായത് ഹാഷ്യക്കാരായ ഇബ്നു ഖാസിമിനെ പോലെയുള്ള ചില ആളുകളൊക്കെ അങ്ങനെ മതി എന്ന് പറഞ്ഞവരാണ്. മറ്റേ വലിയ പ്രയാസം വരുമല്ലോ. അതായത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് തന്നെ താൻ ഇമാമായി നിസ്കരിക്കുകയായതുകൊണ്ട് ഇന്തിഖാലാത്തിന്റെ തക്ബീറുകൾ ഉച്ചത്തിൽ ചൊല്ലൽ സുന്നത്തായ നിരക്കാണ് ഞാൻ ചെല്ലുന്നത് എന്ന കരുത്ത് മൊത്തത്തിൽ ഉണ്ടായാൽ മതി, ഓരോ സ്ഥലത്തും പ്രത്യേകം കരുതേണ്ടതില്ല എന്ന് മഹാനായ ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി തങ്ങളെ പോലെയുള്ള ചില ഹാഷ്യക്കാര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്യാം. പക്ഷെ സൂക്ഷ്മത ഓരോ സമയത്തും പ്രത്യേകം കരുതണം എന്ന് പറഞ്ഞ ഇമാമിയങ്ങളാണ് അധികവും. അതുകൊണ്ട് സൂക്ഷ്മത കരുതൽ തന്നെയാണ്. എന്നാൽ മൊത്തത്തിൽ അതിനിപ്പോ ഓരോന്നും ഇങ്ങനെ ഞാൻ സുന്നത്തായത് ചെല്ലാന്ന് ഓരോന്നും അല്ല, ഈ ഉറക്ക ചെല്ലൽ സുന്നത്തായ ആ സുന്നത്ത് നിർവഹിക്കുകയാണ് എന്ന കരുത്തുണ്ടായാൽ മതി. അത് ഓരോ സ്ഥലത്തും കരുതാൻ നല്ലത് തന്നെയാണ്. പക്ഷേ മഹാനായ ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി തങ്ങളെ പോലെയുള്ള ചില ഹാഷ്യക്കാരൊക്കെ തുടക്കത്തിൽ കരുതിയാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്യുകയും ആവാം. അസ്സലാമലൈക്കും. ഉസ്താദിന്റെ ചോദ്യം, സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോഴേ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയേണ്ടത് സുബ്ഹാനമല്ല യനാമു വലാ യസൂ എന്നാ പറയേണ്ടത് എന്നത് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്നലെ ഉസ്താദിന്റെ ക്ലാസ്സിലെ സജദ വജിഹ ലില്ലദി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഏതിനെ കുറിച്ചാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് തന്നെ പറഞ്ഞാ മതി, ഒരു കുഴപ്പമില്ല. ഇന്നലെ പറഞ്ഞത് അതല്ല. ഇന്നലെ പറഞ്ഞ തിലാവത്തിന്റെ സുജൂദ്, അതല്ലെങ്കിൽ ശുക്റിന്റെ സുജൂദൊക്കെ ചെയ്യുമ്പോൾ സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു എന്ന് തുടങ്ങുന്നത് ചെല്ലാം. അവിടെയും എന്ത് എല്ലാ സുബ്ഹാന റബ്ബിയൽ അഅല ചെല്ലാം, ഒരു കുഴപ്പമില്ല. എല്ലാ സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലാം. സഹ്വിന്റെ സുജൂദിലും അങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത്. മനസ്സിലായില്ലേ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ഇന്നലത്തെ പാഠത്തിലുള്ളൊരു സംശയമാണ്. ഫസ്ലുൻ ഫി മുബ്തിലാത്തി സ്വലാത്തി തബ്തുലു സ്വലാത്തു, ഞാൻ മത്തിന് മാത്രം വായിക്കാം. തബ്തുലു സ്വലാത്തു ബിനിയ്യത്തി ഖത്ഇഹ വതറദ്ദുദിൻ ഫീഹി വലിഫിഇലിൻ കസീരിൻ യഖീലൻ. എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്നിവിടെ
നമ്മളൊരു ഇമാമിനെ സാധാരണ ഇന്നലെ എഴുത്തുകാരിൽ പറഞ്ഞതുപോലെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് വളരെയധികം അനക്കാണ് ഇവിടുത്തെ ഇമാമിനൊക്കെ ഉണ്ടാകുന്നത്. സാധാരണ തട്ടങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കിയിടലും എല്ലാ പ്രവർത്തനവും കാണുന്നുണ്ട്. ഈ നിലക്ക് യഖീനായ ഫീല് തന്നെയാണ് ഒരു മാമൂമിനോ മസ്ബൂക്കിനോ കാണുന്നത്. എന്നാൽ ഇവിടെ ആ ഇമാമിനെ വിട്ടുപിരിഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഓരോ വക്തിനും വിട്ടുപിരിയേണ്ടി വരും. വിട്ടുപിരിഞ്ഞ് നിസ്കരിക്കണോ അല്ല ആ ഇമാമിനെ തന്നെ തുടർന്ന് നിസ്കരിക്കണോ എന്നാണ് എല്ലാവർക്കും വേണ്ടി ചോദിച്ചതാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഇമാമിൽ നിന്നും നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഉണ്ടായി എന്ന് ഉറപ്പായാൽ അതിൽ ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമാണ്. ശരിയല്ലേ? നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമിന് സംഭവിച്ചു എന്ന് ഉറപ്പായാൽ പിന്നെ ആ ഇമാമിനോട് തുടർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നിസ്കാരം ബാത്തിലാകും. കാരണം ഇമാമിന്റെ നിസ്കാരം മഅ്മൂമിന്റെ വിശ്വാസപ്രകാരം ബാത്തിലായി കഴിഞ്ഞാൽ പിന്നെ ബാത്തിലായ നിസ്കാരത്തിന്റെ പുറത്തുള്ള ഒരാളോട് തുടർന്ന ഇവന്റെ നിസ്കാരം ബാത്തിലാവും. അപ്പോ സംശയമില്ലാതെ ഉറപ്പായിട്ടും നിസ്കാരം ബാത്തിലാവുന്ന കാര്യം ഇമാമിൽ നിന്ന് സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അസ്സലാമലൈക്കും. അതെ, നമ്മളിപ്പോ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ ബാക്കിൽ ഒരാൾ വന്ന് തുടർന്നാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തുടരാൻ സമ്മതിക്കണം, ഇല്ല കൈകൊണ്ട് ഇഷാറത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇമാമോട് നിസ്കരിക്കുമ്പോ ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പോൾ മഅ്മൂമിങ്ങൾ അത് പറയണമോ എന്ന് സംശയമാണ്. അസ്സലാമലൈക്കും. ഇമാമ് ഒരാള് സുന്നത്ത് സ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരാള് അദ്ദേഹത്തോട് ഒന്ന് തുടരാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് തടയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. കാരണം എന്താ? നമ്മൾ ഫർള് സ്കരിക്കുകയാണെങ്കിലും സുന്നത്ത് സ്കരിക്കുകയാണെങ്കിലും ഈ മഅ്മൂമ് നമ്മൾ ഫർള് സ്കരിക്കുകയാണ് എന്ന ധാരണയിൽ അയാള് ഒന്ന് തുടർന്നാൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. പിന്നെ നമ്മൾ തടയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അയാൾ അവിടെ തുടർന്നോട്ടെ, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അയാൾ നിങ്ങൾ അങ്ങോട്ട് തോണ്ടേണ്ട ആവശ്യമില്ല. ഈ സുന്നത്ത് സ്കരിക്കുന്ന ആളെ ഞാൻ തുടരാൻ പോവുകയാണ് എന്ന നിലക്ക് തോണ്ടേണ്ട ആവശ്യം മഅ്മൂമിനും ഇല്ല. ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നത് എന്നെ തുടരണ്ട എന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഇമാമിനും ഇല്ല. അയാള് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തുടരുന്നതെങ്കിൽ പോലും നിസ്കാരം സഹിയാവും. പക്ഷെ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല. അറിയാതെ നമ്മൾ നിസ്കരിക്കുന്നത് ഫർളാണെന്ന് ധരിച്ചുകൊണ്ട് തുടർന്നാൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി തന്നെ കിട്ടും. അപ്പൊ നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ലല്ലോ, അയാൾ തുടർന്നോട്ടെ. പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് ഇമാമ് പറഞ്ഞാൽ നമ്മള് റബ്ബനാ ലക്കൽ ഹംദു മാത്രം പറഞ്ഞാൽ മതിയോ? അത് പോരാന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ചില ഹദീസിൽ അങ്ങനെ ഉണ്ട്. അതിന്റെ കാരണം സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാലാത്തിന്റെ ദിക്റുകളും ഇമാമും മഅ്മൂമും ചൊല്ലണം. പക്ഷേ ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ചൊല്ലുന്നത് എന്താണ് എന്ന് മഅ്മൂമിന് അറിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഹദീസുകളിൽ പറഞ്ഞതായി കാണാം, വഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദഹു ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദു എന്ന്. എന്നാൽ ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദഹു പറയുമ്പോൾ നിങ്ങളും അതുപോലെ പറയണം. പിന്നീട് റബ്ബനാ വലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന ഹംദ് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. കാരണം പിന്നീട് എന്താ ചൊല്ലുന്നത് എന്ന് മഅ്മൂമിന് അറിയില്ല, സിറായത്തായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് റബ്ബനാ വലക്കൽ ഹംദു ആണ് ഇമാമ് ചെല്ലുന്നത്, അതുകൊണ്ട് നിങ്ങൾ പോയി ചെല്ലണം എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഒക്കെ ഏറ്റുദാലിലേക്ക് വരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഏറ്റുദാൽ റബ്ബനാ ലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന ഹംദ് ചൊല്ലലും സുന്നത്താണ്. അത് ഇമാമിനും സുന്നത്താണ്, മഅ്മൂമിനും സുന്നത്താണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയുണ്ടായി, കഫം ചങ്കിലുണ്ടായി, പിന്നെ അപ്പൊ രണ്ടക്ഷരം പുറപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ആ കഫം പുറത്തെടുക്കുകയാണ് വേണ്ടത് എന്ന്.
അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരാള് കഫം പുറത്തെടുത്തിട്ടില്ല എങ്കിൽ പിന്നെ യാദൃശികമായിട്ടോ അങ്ങനെ അത് ഇറങ്ങിപ്പോയി, അങ്ങനെയാകുമ്പോൾ ആ കഫം മരങ്ങൾ കൊണ്ട് അയാളെ നിസ്കാരം ബാത്തിലാകുമോ ഇല്ലയോ എന്നാണ്. അതോടൊപ്പം തന്നെ മൊത്തത്തില് കഫം കൊണ്ട് നിസ്കാരവും നോമ്പും ബാത്തിലാകുന്ന രൂപം ഉസ്താദ് വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. വേറൊരു ചോദ്യം കൂടെ ഉണ്ട് പിന്നീട്. തൊണ്ടയിലുള്ള കഫം അങ്ങനെ കീപോട്ട് ഇറങ്ങിയോണ്ട് നിസ്കാരവും ബാത്തിലാവില്ല, നോമ്പും ബാത്തിലാവില്ല. ഇവിടെ പ്രശ്നം അതല്ല. തൊണ്ടയിൽ നിന്ന് അല്ലെങ്കിൽ തലയിൽ നിന്ന് കഫം ഇറങ്ങി വായിലെത്തി, മനസ്സിലായില്ലേ? ഈ വായിലെത്തിയ കഫം തൊണ്ടയിലേക്ക് ഇറങ്ങിയാൽ അത് കാർക്കിച്ച് തൊപ്പാതെ പുറത്ത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അക്ഷരം വെളിവായാലും വേണ്ടിയില്ല, അത് പുറത്തേക്ക് കാർക്കിച്ചെടുത്ത് തുപ്പണം, അല്ലെങ്കിൽ എന്താവും? നിസ്കാരം ബാത്തിലായി പോവും. നോമ്പുണ്ടെങ്കിൽ നോമ്പ് ബാത്തിലാവും. അതേ സമയത്ത് ആദ്യം തന്നെ തൊണ്ടയിലുള്ള കഫാണ്, അത് എവിടെ എത്തിയിട്ടില്ല, ഹായിന്റെ മഹ്റജ് വിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാ പിന്നെ അത് കീപ്പോട്ട് ഇറങ്ങിയല്ലേ നോമ്പ് ബാത്തിലാവില്ല, നിസ്കാരം ബാത്തിലാവില്ല. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട, ഈ കഫം കൊണ്ട് ബാത്തിലാവില്ല എപ്പോഴാന്ന് വെച്ചാല് വായിന്റെ അതിർത്തിയാവുന്ന ഹായിന്റെ ഇപ്പുറത്തുള്ള പ്രത്യക്ഷമായ അതിർത്തിയിലേക്ക് വന്നു കഴിഞ്ഞ കഫം അത് പുറത്ത് തുപ്പി കളയൽ നിർബന്ധമാണ്. കീപ്പോട്ട് ഇറങ്ങിയാൽ നോമ്പുള്ളപ്പോഴാണെങ്കിൽ നോമ്പ് ബാത്തിലാവും, നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനത്തെ സാഹചര്യത്തിൽ, അതായത് പ്രത്യക്ഷമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന കഫം തൊണ്ടയിലേക്ക് ഇറങ്ങിയതാണ്, അതിനി ഹർഫ് വെളിവാവുന്ന നിലക്ക് കാർക്കിച്ചെങ്കിലേ പുറത്തേക്ക് കിട്ടുള്ളൂ എന്ന് കണ്ടാൽ അക്ഷരം വെളിവായാലും വേണ്ടിയില്ല, കാർക്കിച്ച് പുറത്തേക്ക് എടുത്ത് തുപ്പേണ്ടതാണ്. ആദ്യം തന്നെ തൊണ്ടയിലുള്ളതാണെങ്കിൽ കീപ്പോട്ട് ഇറങ്ങിക്കോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അക്ഷരം വെളിവാവുന്ന നിലക്ക് കാർക്കിക്കാനോട്ട് പാടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലാഹിറിന്റെ ഹദ്ദിൽ വരിക എന്നാണ് ഇനി പറയാം ഫിഖില്. ലാഹിറിന്റെ ഹദ്ദ് എന്ന് പറഞ്ഞാൽ ഹായിന്റെ മഹ്റജിന്റെ ഇപ്പുറം വന്നതിന് ശേഷം പിന്നെ കീപ്പോട്ട് പോയാൽ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും, നോമ്പുണ്ടെങ്കിൽ നോമ്പും ബാത്തിലാവും. അപ്പൊ ആ സാഹചര്യത്തിൽ അങ്ങനെ നിസ്കാരം ബാത്തിലാകാൻ സാധ്യതയുള്ള കഫം തൊണ്ടയിലുണ്ട്, അത് കാർക്കിച്ചെങ്കിലേ പുറത്തു കിട്ടൂ. കാർക്കിച്ചാൽ അക്ഷരം വെളിവാവുമെങ്കിൽ അക്ഷരം വെളിവായാലും വേണ്ടില്ല, കാർക്കിച്ച് പുറത്തേക്ക് തുപ്പണം എന്ന്. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ അറിയില്ല, പുതിയ ആളാണ് ഞാന്. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഞാൻ അത്തഹിയാത്തില്, ഇവിടെ സൗദിയിലാണ് ഞാനുള്ളത്. അത്തഹിയാത്തില് അവസാനത്തെ ഇത് ചെല്ലുമ്പോഴേക്കും ഇമാമ് സലാം വീട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് മുഴുവനായിട്ട് അത്തഹിയാത്ത് ലാസ്റ്റത്തെ ദുആ ചെല്ലാൻ കഴിയാറില്ല ചില സമയങ്ങളിൽ. ചിലത് ഇതിനു വേണ്ടി നേരത്തെ കഴിയാറുണ്ട്. അപ്പോഴും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വരും. അപ്പൊ ഇതിന് രണ്ടിനും എന്താണ് ചെയ്യേണ്ടത്, അഫ്ദലായ രൂപം എന്താണെന്ന് പറയുന്ന ഉപകാരമായിരുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ദുആ വസിയത്തോടെ. വഅലൈക്കും അസ്സലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇമാമ് നമ്മൾ മസീഹ് ദജ്ജാല് പറഞ്ഞപ്പോഴും ഇമാമിന്റെ ദുആ കഴിഞ്ഞ സലാം വീട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ദുആ കൊണ്ട് ആ സമയം ഉപയോഗപ്പെടുക്കൽ സുന്നത്താണ്. നേരത്തെ ചൊല്ലിയ ദുആ അല്ലാത്ത വേറെ ദുആ കിട്ടുമെങ്കിൽ ആ ദുആ ചൊല്ലാം, ഇല്ലെങ്കിൽ അത് തന്നെ ആവർത്തിച്ച് ചെല്ലാം. സമയം വെറുതെ പാഴാക്കൽ നല്ലതല്ല. അവിടെ ദുആ കൊണ്ട് ഷോലാകലാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇമാമ് നമ്മളത് കഴിഞ്ഞിട്ടും ഇമാമിൻ്റെത് കഴിഞ്ഞിട്ടില്ല, സമയം ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള സമയം ദുആ കൊണ്ട് ഷോലാകുക. അപ്പോ ഈ ഹദീസിൽ വന്ന ദുആ ആവാം, അല്ലാത്ത ദുആ ആവാൻ അറബിയിലുള്ള ഏതെങ്കിലും ദുആ കൊണ്ട് ആ സമയം ഉപയോഗപ്പെടുത്താം. അതാണ് അഫ്ളൽ രൂപം അവിടെ. ഇനി ഇമാമ് നമ്മളിത് പൂർത്തിയാവുന്നതിന് മുമ്പ് ഇമാമ് സലാം വീട്ടിയാൽ, ഇമാമ് സലാം വീട്ടിയ ഉടനെ സലാം വീട്ടൽ മൗമൂമിന് സുന്നത്ത് പോലും ഇല്ല. അപ്പൊ അവിടെ അഫ്ളലായ രീതി താൻ പൂർണ്ണമായും ദുആ കഴിയുന്നത് വരെ ഓതുകയും എന്നിട്ട് സലാം വീട്ടുകയും ചെയ്യലാണ് അഫ്ളലായ രീതി. അതേസമയത്ത് ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മളെ അത്തഹിയാത്തും സലാത്തും കഴിഞ്ഞാണ്, ദുആ കുറച്ച് ബാക്കിയുണ്ട്, ഉടനെ സലാം വീട്ടുന്നതിന് തെറ്റില്ല. എങ്കിലും മുഴുവനായി ദുആ ചെയ്തതിന് ശേഷം സലാം വീട്ടലാണ് അഫ്ളൽ. കാരണം ഇമാമ് സലാം വീട്ടലോടുകൂടി ഈ ഇമാമും മൗമും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ആ അവസാനിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ദുആ ചെയ്യുന്നത് കൊണ്ട് ഇമാമിന്റെ നിസ്കാരത്തിനോ
നമ്മുടെ നിസ്കാരത്തിനോ യാതൊരു തകരാറുമില്ല. അതുകൊണ്ട് ഇമാം സലാം വീട്ടി പോയിക്കോട്ടെ, നമ്മളത് മസ്ജിദ് ദജ്ജാൽ വരെ ഓതിയതിനു ശേഷം സലാം വീട്ടലാണ് അഫ്ദൽ. എന്നാൽ അത്തയ്യാത്തും സലാത്തും പൂർത്തിയായതിനു ശേഷമാണെങ്കിൽ ഉടനെ തന്നെ സലാം വീട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉസ്താദെ, രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് ഞാൻ ചോദിക്കാം. ഒന്ന് 2 ദിവസം മുന്നത്തെ പാഠവിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണെന്ന്. ഒരു ചോദ്യം വന്നത്, ബിദ്അത്തുകാരായിട്ടുള്ള ആളുകളെ തുടരേണ്ടി വന്നാൽ നിർബന്ധ സാഹചര്യത്തിൽ അവരെ തുടരേണ്ട രൂപം എങ്ങനെ എന്നുള്ളതാണ് ഉസ്താദെ. പിന്നെ അഥവാ നിയ്യത്ത് വെക്കാതെ, ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കാതെ തുടർന്നാൽ നിസ്കാരം ശരിയാവുമോ എന്നാണ് ആ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മുബ്തദിയായ ആളാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അവിടെ ഖൈറ്. മുബ്തദിയെ തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ്. അതേ സമയത്ത് തുടർന്ന് നിസ്കരിക്കേണ്ട ചില നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും അയാളിൽ നിന്ന് വരുന്നില്ലെങ്കിൽ നമുക്ക് തുടർന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ജമാഅത്തിന്റെ കൂലി കിട്ടുന്നില്ലെങ്കിലും നിസ്കാരം സഹിയാവും. അതേ സമയത്ത് നിസ്കാരം ബാത്തിലാവുന്ന വല്ല കാര്യങ്ങളും ചെയ്യുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ വിട്ടുപിരിയും വേണം. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു കോലം, അതായത് ആള് മുബ്തദിയാണ്, വളരെ മോശപ്പെട്ട മുബ്തദിയാണ്. അപ്പൊ അയാളെ യഥാർത്ഥത്തിൽ തുടരാൻ വയ്യ, എന്നാൽ സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് വേറെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം, ഉദാഹരണം നമ്മളെ മുദീറാണോട്ടിക്കോ അല്ലെങ്കിൽ കഫീലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അധികാരികളാരോ ആണ്, നമ്മൾ തുടരാതിരുന്നാൽ നമുക്ക് വലിയ പ്രയാസങ്ങൾ നേരിടാൻ സാധ്യത. എങ്കിൽ അവിടെ നിയ്യത്ത് കൊണ്ട് അയാളോട് തുടരാതെ അയാളെ പ്രവൃത്തി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മള് ജമാഅത്തിനെ കരുതാതെ ഇയാൾ തക്ബീർ കെട്ടിയതിന് ശേഷം തക്ബീർ കെട്ടി, അങ്ങനെ വജ്ജത്തൊക്കെ ഓതി ഫാത്തിഹ ഓതി ഇയാൾ കുറച്ച് വലിയ സൂറത്ത് ഓതിനോട്ടിക്കോ, എന്നാൽ ഞമ്മക്ക് കിട്ടുന്നിടത്തോളം സൂറത്ത് അങ്ങനെ ഓതി നീട്ടി ഇയാൾ റുക്കൂ പോയുമ്പം നമ്മൾ റുക്കൂ പോകുക. അയാളെ തുടരാനൊന്നും ഉദ്ദേശമില്ല, അതുവരെ നമ്മൾ ഖുർആൻ ഓതിയിട്ട് റുക്കൂ പോവുക. അയാള് ഇത്തിദാലിക്ക് വരുന്നത് വരെ നമ്മൾ റുക്കൂൽ തസ്ബീഹിനെ നീട്ടുക, തസ്ബീഹ് 11 വട്ടം ചെല്ലാലോ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ശേഷം അല്ലാഹു ലക്കറക്കഅത്ത് തുടങ്ങിയ ദിക്റും ചെല്ലാലോ. അങ്ങനെ ഇയാള് പോകുന്നതിന്റെ ഏകദേശം കൂടെയായിട്ട് ഇങ്ങനെ സ്വന്തം പ്രവൃത്തി ചെയ്തുകൊണ്ട് പോവുക. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇയാളെ തുടർന്ന് നിന്ന് തോന്നും, യഥാർത്ഥത്തിൽ നിയ്യത്ത് കൊണ്ട് തുടരാതിരിക്കുക. ഇങ്ങനെ ചെയ്യാവുന്നതും ആണ്. തുടരാൻ പറ്റ മോശപ്പെട്ട ആളാണെങ്കിൽ, അല്ല ഒരു ഇടത്തരം വഹാബിയൊക്കെ ആണ്, എന്നാ ബാഹ്യമായി നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ അയാളോട് തുടർന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാം. പക്ഷെ ജമാഅത്തിന്റെ കൂലി കിട്ടൂല, അത് വേറെ വിഷയം. മുബ്തദിനെ തുടർന്നാൽ എന്തായാലും ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, അതിനേക്കാൾ അഫ്ള് ഒറ്റക്ക് നിസ്കരിക്കലാണ് എന്നാണ് ഫത്ഹുൽ മുഈനിൽ തന്നെ പറയുക. ഇനി ജമാഅത്തിന്റെ ബാബിൽ വരും, അത് ഒറ്റക്ക് നിസ്കരിക്കലാണ്. എന്നാൽ ബാത്തിലാവുന്ന ബാഹ്യമായ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ തുടർന്ന് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഹൈസ്കൂൾ 2-3 ദിവസമായിട്ട് കണ്ടിട്ടില്ല. എന്റെ മണ്ണിന്റെ കഥ ഇൻഷാ അല്ലാഹ് നാളെ വരേണ്ടി, നാളെ വ്യാഴാഴ്ച ചിലപ്പോ കുറച്ച് സമയം അത് സംബന്ധിച്ച് കിതാബിന്റെ ഇബാറത്ത് വായിച്ച് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് ആയിട്ടുണ്ടാവില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട 1-2 കാര്യങ്ങളൊക്കെ സംശയം ചോദിക്കാനുള്ള സമയം കൂടി കുറച്ച് സമയം നാളെ ഉച്ചക്ക് ഒരു ഏകദേശം നമ്മളെ ക്ലാസിന്റെ ടൈം ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 2-3 ദിവസമായിട്ട് ഇഷ്കുവിനെ കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഉസ്താദെ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. അഥവാ 4 റക്അത്തുള്ള ഒരു നിസ്കാരത്തില് ഒരാള് പിന്തി വന്ന് തുടർന്ന സാഹചര്യത്തില് ഇമാമ് മറന്നിട്ട് 5ാമത്തെ റക്അത്തിലോട്ട് എണീറ്റു നിന്നു. അപ്പോ കൂടെയുള്ള ആളുകള് എന്ത് ചെയ്തു? തസ്ബീഹ് ചെല്ലിയപ്പോ അയാൾ എന്ത് ചെയ്തു? അപ്പോഴേക്കും ഉയർന്നു നിന്നിട്ടുണ്ട്. അയാൾക്കത് ഓർമ്മയായ സാഹചര്യത്തിൽ അയാള് വീണ്ടും
തഹിയാത്തിലോട്ട് തന്നെ തിരിച്ച് ഇരിക്കണോ ആ ഇമാമ്? മാത്രവുമല്ല, ഈ തുടർന്ന ആള്, വൈകി തുടർന്ന ആള്, അയാൾ പരിപൂർണമായ രീതിയിൽ 4 റക്അത്ത് തന്നെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും സഹവിന്റെ സുജൂദൊക്കെ ചെയ്യണോ എന്നുള്ളതാണ് ഉസ്താദെ ചോദ്യം. 4 റക്അത്തും പൂർണ്ണമായി തന്നെ വീണ്ടും ഈ മൗമൂമ്, വൈകി വന്ന മൗമൂമ് 4 റക്അത്ത് പൂർത്തിയാക്കണോ എന്നതാണ് ഉസ്താദിന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഇമാമ് 5-ാം റക്അത്തിലേക്കാണ് എഴുന്നേൽക്കുന്നത് എന്ന് ഉറപ്പുള്ള മൗമൂമിങ്ങൾ, അത് മുവാഫിഖായിട്ട് തുടക്കത്തിലേ തുടർന്നവനായാലും വേണ്ടിയില്ല, പിന്നീട് വന്ന് പിന്തി തുടർന്ന മസ്ബൂഖായാലും വേണ്ടിയില്ല, ഇമാമ് ഇപ്പോൾ പോകുന്നത് 5-ാമത്തെ റക്അത്തിലേക്കാണ് എന്നുറപ്പുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അയാളെ ഉണർത്താൻ ശ്രമിക്കുക. അയാൾക്ക് ഓർമ്മ വന്നാൽ അയാൾ ഇരിക്കും, ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അയാൾ ഇരിക്കൂല. രണ്ടായാലും ഇമാം 5-ാമത്തെ റക്അത്തിലാണെന്നുള്ള ഉറപ്പുള്ള മൗമൂമിങ്ങൾ ഇമാമിന്റെ കൂടെ നൃത്തത്തിൽ പോകാൻ പാടില്ല. അത് തുടക്കത്തിലെ തുടർന്ന മൗമൂമിങ്ങൾക്കും പാടില്ല, പിന്തി തുടർന്നവനും പാടില്ല. പിന്തി തുടർന്നവൻ എന്ത് ചെയ്യാ? ഒരു പക്ഷേ ഇമാമിനെ മറ്റു മൗമൂമിങ്ങളെ പോലെ തന്നെ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തിൽ ഇന്തിളാർ ചെയ്ത് കാത്തിരിക്കുക. എന്നിട്ട് ഇമാമിന്റെ കൂടെ അത്തഹിയ്യത്ത് സലാം വീട്ടി, ഇമാം സലാം വീട്ടിയതിന് ശേഷം ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേൽക്കാം. ഇതൊരു രീതി. മറ്റൊരു രീതി, ഇമാമിന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ടും ഇമാമിന് ഓർമ്മ വന്നില്ല. ഓർമ്മ വരാതിരുന്നാൽ അയാൾ സ്വാഭാവികമായിട്ടും ഇരുത്തത്തിലേക്ക് വരൂലല്ലോ. ആ സമയത്ത് മൗമൂമിങ്ങൾ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതി അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടാം. പിന്തി തുടർന്ന ആളാണെങ്കിൽ അയാള് ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടു കൂടി തനിക്ക് ബാക്കിയുള്ള റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യാം. ഇതാണ് അതിന്റെ രീതി. പിന്തി തുടർന്ന ആള് 4 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഉറപ്പായി, ഇമാമ് 5-ാമത്തേതാണെന്ന് പിന്നീടാണ് അറിയുന്നത്. എന്നാ പിന്നെ ഓന്റെ 4 റക്അത്ത് പൂർത്തിയാണ്. അതേ സമയത്ത് ഇമാമ് എത്രാമത്തെ റക്അത്താണെന്ന് ഈ പിന്തി തുടർന്നവൻ അറിയില്ല, തന്റെ 4-ാമത്തെ റക്അത്താണെന്ന് ഉറപ്പുണ്ട്. 4 ആള് നിസ്കരിച്ചോട്ടെ. അതായത് ഈ ഇമാമിന് സഹവ് പറ്റി എന്ന് അറിഞ്ഞുകൊണ്ട് ഇമാമിന്റെ കൂടെ തുടർന്നു പോകാൻ മസ്ബൂക്കിനും പറ്റൂല, മസ്ബൂക്ക് അല്ലാത്തവർക്കും പറ്റൂല. അതാ പ്രത്യേകം മനസ്സിലാക്കണ്ടേ. ആള് പിന്തി തുടർന്ന ആളാണല്ലോ എന്നതുകൊണ്ട് ഏതായാലും 3 റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടി, ഇനിയും ഇമാം എഴുന്നേൽക്കുക. എന്നാ അപ്പൊ 4 റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടി, ഇവനിപ്പോ ഉറപ്പാ ഇമാമ് 5-ാമത്തെ റക്അത്തിലാണ്. എന്നാ പിന്നെ ബന്നി നിസ്കാരം ബാത്തിലാകുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ആ റൗദയിൽ എന്താ അങ്ങനെ കുത്തിരിക്കണ്? ദർസ് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തിയിരിക്കാരം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന സമയം എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിലവേറിയ ടൈം ഉപയോഗിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് ദീനിയായ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ആ റൗദയിൽ പോയി കുത്തിർന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഖുർആൻ ഓതി 2 മണിക്കൂർ ഇരിക്കലും ഫിഖ്ഹിയായ ദർസ് നടക്കുന്ന ആ ദർസും അതിന്റെ സംശയ നിവാരണവും നടത്തുന്ന 2 മണിക്കൂർ ഇരിക്കലും തമ്മിൽ ഇഅ്തികാഫ് ചെയ്ത് റൗദയിൽ 2 മണിക്കൂർ ഇരിക്കുന്നതിനേക്കാൾ ഖൈറ് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കലാവുന്നു. ഇത് കേട്ടിട്ടില്ലേ? ഇസ്കോ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ ഇരിക്കുമ്പോൾ ഇസ്രായീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി, ഈ സ്വഹാബി ഈ ദുനിയാവിൽ ഇനി ഒരു സാറ്റ് സമയവും കൂടിയേ ഉള്ളൂ, അദ്ദേഹം വഫാത്താകാൻ ഇനി എന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട്, നമ്മളെ പോലെയല്ല, അവരൊക്കെ ഭയങ്കര ഈമാനുള്ള ആളുകളല്ല സ്വഹാബാക്കള്, ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് ഈ ലോകത്ത് ഇനി ഒരു സാറ്റ് കൂടി സമയമേ ജീവിക്കാനുള്ളൂ എന്ന് അസ്രായീൽ അലൈഹിസ്സലാം എനിക്ക് വിവരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളാണെങ്കിൽ എന്നിട്ടടിച്ച് അപ്പൊ തന്നെ ബോധം കെട്ടുപോകും. അത് നമ്മളെ വിവരക്കേടാ. അദ്ദേഹം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചെന്താ പറയാ, ഹബീബായ നബിയെ, എനിക്ക് ഇനി ഒരു സായത്തും കൂടിയേ ദുന്യാവിലുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു സായത്തിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹൈറായ അമൽ എന്താണ്, അത് പഠിപ്പിച്ചിരിക്കും. കാരണം കുറഞ്ഞ സമയമുള്ളൂ, ഇനിയും 2ാമതൊരു ടൈം കിട്ടൂല, എന്നാ ഏറ്റവും ഫലപ്രദമായ സമയം അതാണ്.
എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തഫഖഹ് ഫിദ്ദീൻ, ഈ സമയത്ത് നീ ഇൽമു പഠിച്ചോ, ഈ സമയത്ത് ഇൽമു പഠിച്ചോ. അത് ഇനി വേറൊരാൾക്ക് ദർസ് നടത്താൻ സമയം കിട്ടുമോ? ഇല്ല. അമൽ ചെയ്യാൻ സമയം കിട്ടുമോ? ഇല്ല. എങ്കിൽ പോലും ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഹൈറായത് ദീനിൽ നാഫിയായിരിക്കുന്ന ഇൽമു പഠിക്കലാണ്. അത് അമൽ ചെയ്യാൻ പറ്റിയാലും വേണ്ടിയില്ല, പറ്റിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ സാവകാശം കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. അത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ചില ആളുകളുണ്ട്, ചില ആളുകൾ ഞങ്ങൾ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ SSF-ന്റെയോ SVS-ന്റെയോ അതുപോലൊക്കെ ദീനിയായ വെള്ളിയാഴ്ച രാവിലെ കമ്മിറ്റി യോഗം കൂടി. വേറെ സമയമില്ലാത്തത് കൊണ്ടോ സൗകര്യം ഇല്ലാത്തത് കൊണ്ടിരിക്കും. അപ്പോ ഇയാൾ എന്ത് പറഞ്ഞു, നിങ്ങള് കമ്മിറ്റി യോഗമായിട്ട് കൂടിക്കോളി, ഞാൻ പള്ളിക്കൊക്കെ പോകാണ്. ഇത്തിക്കാവിന്റെ നെയ്യത്ത് ചെയ്ത് കാണ്ട് ഒരു 3 വട്ടം അൽക്കൂഫും കുറച്ച് സലാത്തും ചെല്ലാനുള്ള സമയത്ത് നിങ്ങളൊരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇയാളാണ് പോയി. ഇയാൾ പള്ളിക്ക പോയി കുത്തരുന്ന് കാണ്ട് എത്തിക്കാഫിന്റെ നെയ്യത്തും ചെയ്ത് അൽക്കൂഫും സലാത്തുമായിട്ട് കുത്തരുത്. മറ്റോലാണെങ്കിലോ വളരെ പ്രധാനപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളിൽ വിദഗ്ധക്കാരുണ്ടാക്കുന്ന സംശയ നിവാരണം വരുത്താൻ വേണ്ടിയിട്ടും ഇബാദത്തുമായി ബന്ധപ്പെട്ട തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ക്ലാസ് സംഘടിപ്പിക്കുന്നതിനെ പറ്റിയും അതിന് ഉസ്താദന്മാരെ കണ്ടെത്തുന്നതിനെ പറ്റിയും അതിനുള്ള ചട്ടവട്ടങ്ങൾ ഒരുക്കുന്നതിനെ പറ്റിയിട്ടും ചർച്ച ചെയ്തു. അങ്ങനെ അവര് ബാങ്ക് കൊടുക്കാനാവുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എത്തി ഒരു വട്ടമൊക്കെ അൽക്കഫ് ഒരു ഓതി കുറച്ച് സ്വലാത്തും ചൊല്ലി അപ്പോക്ക് ബാങ്ക് കൊടുത്തും ചെയ്തു. ഇവിടെ ആരാണ് ഹൈറായവര്? മറ്റേയാള് നേരത്തെ പോയത് സുന്നത്ത് തന്നെയാണ്. ഇത്തിക്കാവിന്റെ നെയ്യത്ത് ചെയ്ത് ഇരുന്നവും സുന്നത്ത് തന്നെയാണ്. ഖുർആൻ ഓദ്യവും സലാത്തിലും സുന്നത്ത് തന്നെയാണ്. പക്ഷെ അത് അയാൾക്ക് സ്വന്തം കിട്ടുന്ന സുന്നത്താണ്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ 1 മണിക്കൂർ സമയം മറ്റോടത്ത് ഉപയോഗിച്ചത് അവര് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിനും അവരുടെ അമൽ സഹിയാകാനും ആവശ്യമായ മറ്റുള്ളവരെ കൂടി ദീനിക്ക് ദഅവത്ത് ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഇടപെട്ടത് കൊണ്ട് അതൊരു ഏറ്റവും വലിയ ഹൈറായ അമലാണ്. ഇത് വിവരമില്ലാതെ ഞാൻ ഉണർത്താണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചിലത് നമ്മൾ ധരിക്കുന്നിടത്ത് പിഴവുണ്ടാവും. എപ്പോഴും ഏറ്റവും നമുക്ക് ഈ ദുന്യാവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹൈറ് ഒരു ഇൽമിന്റെ മജ്ലിസ് 70 അനാവശ്യ മജ്ലിസുകളെ പൊറപ്പിക്കുമെന്നും നമ്മളെ വില കണക്കാക്കാൻ പറ്റാത്ത സമയം വിനിയോഗിക്കുന്നതിന് ഏറ്റവും ഹൈറായത് ഇൽമിന് വേണ്ടി വിനിയോഗിക്കുന്നതും ആണ് എന്ന് മൊത്തം മനസ്സിലാക്കുക. സംഘടനാ പ്രവർത്തനം, അതിനു വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ, അതിനു വേണ്ടിയിട്ടുള്ള ഒത്തുകൂടലുകൾ, അതൊക്കെ വലിയ ഇബാദത്താണ്. നമ്മൾ എണ്ണിയാ കണക്കാകാത്ത പലർക്കും കിട്ടുന്ന ഹൈറിന് മുഴുവൻ സബബായി എന്നുള്ളവർക്ക് വനക്തുമു മാ ഖദ്ദമു വആസാറഹും എന്ന് പറയുന്ന നമ്മൾ കാരണമായതുകൊണ്ട് ആർക്കൊക്കെ ആ ഹൈർ കിട്ടിയോ ആ ഹൈർ കിട്ടിയവരുടെ ഒക്കെ ഹൈർ നമുക്ക് കിട്ടാൻ കാരണമാകും എന്ന കാര്യം ഓർക്കുന്നത് നന്ന് എന്ന് എല്ലാ സുഹൃത്തുക്കളെയും ഓർമ്മപ്പെടുത്തുന്നു. മൈക്കോട്ടെ. പിന്നെ വേറെ സംശയം ചോദിക്കാനുള്ളത്, പിന്നെ നേരത്തെ പറയുണ്ടായി, പിന്നെ നിയ്യത്ത് നിസ്കാരത്തിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് നിയ്യത്തൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നു. അതേസമയം നിയ്യത്ത് കരുതുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ലല്ലോ. ഇപ്പൊ ഇത്തിക്കാഫിന്റെ അല്ലെങ്കിൽ റംസാന്റെ നോമ്പിന്റെ ഒക്കെ നിയ്യത്ത് ഇപ്പൊ ഇശാ നിസ്കാരത്തിൽ ഓർമ്മ വന്നില്ല, നിസ്കാരത്തിൽ ഓർമ്മ വന്നു, അങ്ങനെ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഇബാദത്ത് ശരിയാകും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് റംസാനൊക്കെ ആകുമ്പോൾ എത്തിക്കാഫ് നീയത്തൊക്കെ പെട്ടെന്ന് വന്നപ്പോ ജമാഅത്തും പറഞ്ഞ പൈര് തുറന്നു, എത്തിക്കാഫിന് നീയത്തൊക്കെ മറന്നു. നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാല് അപ്പൊ എത്തിക്കാഫിന് നീയത്ത് കരുതലാണോ നല്ലത്, അതല്ല പിന്നെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം എത്തിക്കാഫിന് കരുതലാണോ നല്ലത് എന്ന് ഉസ്താദ് വിശദീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മൈക്ക് റിലീസ്. നിയ്യത്ത് ചെയ്യാ, നിസ്കാരത്തെ നിയ്യത്ത് ചെയ്യാൻ കുഴപ്പമില്ല. അവിടെ നാവോട് പറയരുത് എന്നാ പറഞ്ഞത്. പുതാന ഏത്തിക്കാഫിന്റെ നിയ്യത്ത് അതല്ലെങ്കിൽ നോമ്പിന്റെ നിയ്യത്ത് പോലെയുള്ള നിയ്യത്തുകളൊക്കെ ലഫ്ള് വാചകത്തിന് ആവശ്യമില്ല, കൽബുകൊണ്ട് കരുതിയാൽ മതിയല്ലോ. അതുകൊണ്ട് അത് നിസ്കാരത്തിൽ കൽബുകൊണ്ട് കരുതാൻ യാതൊരു കുഴപ്പമില്ല. നോമ്പിന്റെ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാം, നോമ്പിനെ കൽബുകൊണ്ട് നിയ്യത്ത് ചെയ്യാം.
ഇത്തിക്കാഫ് ചെയ്തിട്ട് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ ഓർമ്മ വന്നാൽ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ ഇത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യാം. പക്ഷെ അവിടെ വാക്കാൽ പറയാൻ പാടില്ല. അതാ പറഞ്ഞു. നിയ്യത്ത് കൊണ്ട് പറ്റുന്ന ഒരു ഇബാദത്തിനെ സംബന്ധിച്ച വാക്കാൽ പറയാൻ പാടില്ല. കാരണം എന്താ? വാക്കാൽ പറയാതെ തന്നെ കൽബോട് കരുതിയാൽ തന്നെ സഹിയാവുമല്ലോ. പിന്നെ അവിടെ ലഫ്ദ് വേണ്ടാന്ന്. അതേ സമയത്ത് നേർച്ച എത്തുക്ക് പോലെയുള്ള ഇബാദത്തിന് കൽബോട് കരുതിയാൽ മതിയാവൂല. അവിടെ വാക്കാൽ തന്നെ പറഞ്ഞെങ്കിലേ ആ ഇബാദത്ത് ആവുള്ളൂ. അതുകൊണ്ട് അവിടെ പറ്റുന്നു. അതേ സമയത്ത് നോമ്പിന്റെ നെയ്യത്ത് ഇത്തിക്കാഫിന്റെ നെയ്യത്ത് പോലത്തത് ലഫ്ദ് ഇല്ലാഞ്ഞാൽ തന്നെ സഹിയാവും. കൽബ് കരുതിയാൽ മതി. അപ്പൊ അവിടെ വാക്കാൽ പറയാൻ പാടില്ല. അതാ പറഞ്ഞു. അല്ലാതെ നോമ്പിന്റെ നെയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ഉള്ളിൽ നെയ്യത്ത് ചെയ്യാൻ കുഴപ്പമില്ല. നിസ്കാരം ബാത്തിലാവൂല്ല, നോമ്പ് സഹിയാവും ചെയ്യും. അതുപോലെ തന്നെ ഇത്തിക്കാഫിന് നെയ്യത്ത് ചെയ്യാം, നിസ്കാരത്തിന് കുഴപ്പമില്ല. എന്ത് ചെയ്യാം? നെയ്യത്ത് കൽബിൽ ചെയ്താൽ ഇത്തിക്കാഫിന്റെ കൂലിയും കിട്ടും, നിസ്കാരത്തിന് കുഴപ്പമില്ല. അത് നിസ്കാരം കഴിയാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇവിടെ ഒന്നൊരു ചോദ്യം. ഈ ജനാപത്ത് കുളിയും അതേപോലെ തന്നെ ആ ജനാപത്തുള്ള ഒരാള് അതോടുകൂടി മരണപ്പെട്ടാല് അയാളെ ജനാപത്ത് കുളി കുളിപ്പിക്കണോ അതോ മയ്യത്തിന്റെ കുളി കുളിപ്പിക്കണോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഹദീസ് അതങ്ങനെ നമ്മളെ ബഹുമാനപ്പെട്ട സക്കി ഉസ്താദ് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയത്തിനെ ഒന്നുകൂടി വിശദമായിട്ടുള്ള ഹദീസുകളൊക്കെ അങ്ങനെ പറയുന്നു. ഇൽമുമായിട്ട് ബന്ധപ്പെട്ടാൽ മറ്റേത് ഇബാദത്തിനും കിട്ടുന്നതിനേക്കാൾ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ ആ കിതാബ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സക്കി ഉസ്താദ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ കീശേരി ചോദിച്ച് ജനാബത്തുള്ള സമയത്ത് മരിച്ച് അല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഉള്ള ഒരു സ്ത്രീ അത് ഉള്ള സമയത്ത് മരണപ്പെട്ടു എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനാബത്തിന്റെ വിധി ഹൈല് നിഫാസ് എന്നിവയുടെ വിധി ഒന്നും പിന്നെ ഇല്ല. തക്ലീഫ് കഴിഞ്ഞു. ഹൈലുണ്ടായാൽ കുളിക്കണം എന്നതും നിഫാസ് ഉണ്ടായി ശുദ്ധിയായ കുളിക്കണം എന്നതും ജനാബത്ത് ഉണ്ടായാൽ കുളിക്കണം എന്നതും ഒക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമുള്ള തക്ലീഫാണ്. മരണപ്പെട്ട തക്ലീഫില്ല. അപ്പൊ അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് ജനാബത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹൈലോ നിഫാസോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ മയ്യത്ത് കുളി എന്ന നിലക്കുള്ള കുളി മാത്രം മതി. ജനാബത്തിനെയോ ഹൈലോ നിഫാസിനെയോ കരുതേണ്ടതില്ല. ഓക്കെ. സമയം അങ്ങത്തിന് ഒരാളാരോ ഉണ്ട്. ഇനി ആരും കൈവക്കണ്ട. അദ്ദേഹം മൈക്കെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നിർത്താം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കാമോ? ഹലോ 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 ശബ്ദം കേൾക്കാമോ? ആരെങ്കിലും ടെക്സ്റ്റ് അടിച്ചാൽ നന്നായിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെ സമയമില്ലാത്ത സമയം പിന്നെ വെറുതെ ഇങ്ങനെ സമയം കളഞ്ഞാലും ഒപ്പം തന്നെ ബാങ്ക് കൊടുക്കാനാണ്. അപ്പോ ഇസ്കൂ ഉൾപ്പെടെയുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഉച്ചക്ക് സാധാരണ വ്യാഴ ക്ലാസ് ഉണ്ടായിരിക്കുക. നാളെ ഫിഖ് ഫത്വൽ മീൻ ക്ലാസ് അല്ല. കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഇസ്കൂ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് നല്ലൊരു ചോദ്യമാണ്. ചോദ്യം വളരെ പ്രസക്തമാണ്. സമയമില്ല, അത്ര സമയത്തൊന്നും ചോദിച്ചാൽ പറയേണ്ടതല്ലാത്തത് കൊണ്ടാണ്. അതായത് ഷിഫാഉ തുറാബിന്റെ ചരിത്രം, അങ്ങനെ ഷിഫ ഉദ്ദേശിച്ചുകൊണ്ട് അവിടുന്ന് പൊടിയോ മണ്ണോ എടുക്കാൻ പറ്റുമോ, അത് കൊണ്ടുപോകാൻ പറ്റുമോ, അതുകൊണ്ട് ഷിഫക്ക് വേണ്ടി പറ്റുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് കിതാബിന്റെ അടിസ്ഥാനത്തിൽ നാളെ കുറച്ച് സമയം അത് പറയും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് നാളെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെയും നീ വിട്ടുമുറുത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. റബ്ബെ, നല്ലത് പറയാനും നല്ലത് ചെയ്യാനും
നല്ലവരോടൊത്ത് ഒരുമിച്ച് കൂടാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബെ, ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, പാവികളാണ്, എണ്ണമറ്റ ദോഷങ്ങൾ ചെയ്യുന്നവരാണ്. ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും നീ ആദരിച്ച എല്ലാ മഹാന്മാരുടെ ഹക്ക് കൊണ്ടും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. നിന്റെ സ്വാലിഹ്യങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അവരുടെ കൂട്ടത്തിൽ പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഞങ്ങൾ എന്നിട്ട് മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ആ 3 ആളുകൾ ഒന്നിച്ചു മരിച്ച അവരുടെയൊക്കെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ. റബ്ബെ, ദോഷങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. കുട്ടികളില്ലാത്ത ആളുകൾക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബെ, കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് വെക്കാനുള്ള ഹലാലായ വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറും ബറക്കത്തുമുള്ള നല്ല ജോലികൾ നീ നൽകണേ റബ്ബെ. തനാസുര സംബന്ധമായ മറ്റ് ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ആ കാര്യം നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബെ. കിട്ടാനുള്ള കാശ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എളുപ്പത്തിൽ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളിലും ഉൾപ്പെടുത്തണേ റബ്ബെ. അവരുടെ പഠനത്തിലും പരീക്ഷയിലും നീ ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ രാജസീതായ തമ്പുരാനെ, ഞങ്ങളുടെ ഉലമാക്കള്, നമ്മുടെ നേതാക്കന്മാര് തുടങ്ങി നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. ഹിഫ്ളും ഹിമായത്തും സലാമത്തും കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ദർജകൾ നീ ഉയർത്തണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബെ, നമ്മളുമായി ബന്ധപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കന്മാര്, സാദാത്യങ്ങൾ, പ്രവർത്തകന്മാർക്കൊക്കെ നീ റഹ്മാനെ ഖൈറും ബറക്കത്തും സലാമത്തും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. എടരിക്കോട് അടുത്തുള്ള 19 വയസ്സുള്ള മുഹമ്മദ് അബ്ദുർ റഊഫ് എന്ന ഒരു മുത്താലിമിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ ആ മുത്താലിമിന് ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. നിന്റെ ദീനിൽ നിന്റെ അലായിക്കത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും അവര് പോലും ചെറുതാറ്റി കൊടുക്കുന്നവരുമായ മുത്താലിം, അങ്ങനെയുള്ള ആ മുത്താലിമിന് നീ പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകണേ റബ്ബെ. റഹ്മാനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദന്മാര്, സഹപ്രവർത്തകന്മാര്, കൂട്ടുകാർ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ആഖിറം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ രാജസീദായ അല്ലാ റഹ്മാനെ, നീ ആഫിയത്ത് കൊടുത്ത് നീ ശിഫ എളുപ്പമാക്കി സലാമത്ത് കൊടുക്കണേ അല്ലാ. റബ്ബെ, ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. റഹ്മാനെ, ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കുന്നവർക്ക് ഒരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാ. റഹ്മുർറാഹിമായ രാജസയ്യിദായ അല്ലാ റഹ്മാനെ, നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ പടച്ചോനെ. റഹ്മാനെ, മറ്റുള്ളവരുടെ മേൽ കൈ നീട്ടി അജിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. ഹലാലായ മാർഗത്തിലുള്ള ഐശ്വര്യം തരണേ പടച്ചോനെ. റബ്ബേ, അവസാനം മരണം ഖൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് ചൊരിച്ച് വസിയത്ത് പറഞ്ഞ് കടപാടുകൾ വീട്ടി ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തരണേ അല്ലാ. ഖബറിടം നീ സ്വർഗത്തൊപ്പാക്കി തരണേ അല്ലാ. ചൂട്ടുകൊള്ളുന്ന മഹ്ശറിൽ അർശിന്റെ തണലേക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ എളിയവരായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഹബീബിന്റെ ചാരത്താണ് ഞാൻ ഷർഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അവിടുത്തെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ എത്തുകയല്ലേ റഹ്മാനെ. പ്രയാസമേറിയ സുജാത്തുപാലം നിന്നൽ വേഗം വിട്ടുകിടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അംബിയ ഔലിയ സ്വദാ സ്വാലിഹീങ്ങളോടുകൂടി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കള്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങൾ ഒത്താശം ചെയ്തവർ, ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്തവർ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ദുന്യവും മുഹ്റവുമായ എല്ലാ ഹൈറായ മുറാദുകളും നീ ഹാസിലാക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.